പൂനൂർ GM UP സ്കൂളിൻ്റെ 100ാം വാർഷികം അടുത്ത് വരികയാണ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു, ആ വാർഷികം വരാൻ പോവുകയാണല്ലോ, ഡേറ്റ് എന്താണെന്ന് വെച്ച്. നമ്മളെ പ്രൊഫഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഡേറ്റൊക്കെ ആദ്യമേ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ടീച്ചർമാരെ അവിടെ കാണാൻ പറ്റിയത്. അതിൽ പ്രത്യേകിച്ച് ഞാൻ ഓർത്തു പോവാണ് വിമല ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ്സിലോട്ട് എത്തുമ്പം 6 എൻ്റെ ടീച്ചറായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ മാഷ്മാരെ മക്കളായതുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ നല്ല പരിചയമായിരുന്നു. നമുക്ക് നൽകിയൊരു പ്രോത്സാഹനം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാം. 4ാം ക്ലാസ് വരെ പഠിക്കാൻ വളരെ മോശമുള്ള ഒരാളായിരുന്നു ഞാൻ. 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് UP എത്തിയോടുകൂടി എൻ്റെ ആ പഠനത്തിൻ്റെ നിലവാരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും ക്ലാസ്സിൽ 1ാം സ്ഥാനത്തുനിന്ന് അവസ്ഥയ്ക്ക് എത്തി എന്നുള്ളതാണ്. പിന്നെ 50-ൽ 50, 50-ൽ 49 എന്ന ലെവലിലേക്കൊക്കെ എത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീരെ പഠിക്കാത്തൊരു കുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ ആ സ്കൂളിൻ്റെ ആ ഒരു അന്നത്തെ കാലഘട്ടത്തെ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരുന്നു. എൻ്റെ ഉപ്പാൻ്റെ സ്കൂളിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ ഉപ്പ ഒന്നുകൂടിയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് എന്നെ ആ വെക്കേഷൻ്റെ മുമ്പ് തന്നെ, സ്കൂളിൽ ചേർന്നതിന് മുമ്പ് തന്നെ മെറ്റീരിയൽസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് മുമ്പ് 1 മുതൽ 4 വരെ ഉള്ളത് മുഴുവനും പഠിപ്പിച്ചു. വലിയക്കായി കണക്ക് പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ പഠിപ്പിച്ച് വളരെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിദ്യാർത്ഥിയായിട്ട്, പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു വിദ്യാർത്ഥി എന്നതിൽ നിന്നും പഠിക്കാൻ ഏറ്റവും താല്പര്യമുള്ള വിദ്യാർത്ഥിയായി എന്നെ പരിവർത്തനം ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിൽ മുഖ്യ റോള് വഹിച്ചത് അവിടുത്തെ അന്നത്തെ അധ്യാപകരാണ്. അപ്പോൾ ഞാൻ പലരെയും നോക്കി. അപ്പോൾ പത്മിനി ടീച്ചർ, ഇനി ഹിന്ദിൻ്റെ ടീച്ചർ, അവിടെ ഒരു പോസ്റ്റ് കണ്ടു പത്മിനി ടീച്ചർ. ഇപ്പോൾ ഇത് അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് പത്മിനി ടീച്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ളത്. എന്നാലും പിന്നെ ബാലൻ മാഷ് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഷാണ് ബാലൻ മാഷ് ആണ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ ആ രൂപം കണ്ടപ്പോൾ, മുൻകാലത്ത് വളരെ അടുക്കും ചിട്ടയോടും വരുന്ന ആ മാഷെ ആ രൂപമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു കാലത്ത് ഓർമ്മ വന്നു പോയത്. അതോടൊപ്പം വന്ന് പഠിപ്പിച്ച ഒരുപാട് മാഷ്മാരുടെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. പ്രത്യേകിച്ച് പൂനൂർ GM സ്കൂളിൻ്റെ ആ ഹെഡ് മാഷെ ആ പോസ്റ്റിൽ തന്നെ വാപ്പിച്ചി എടുത്ത മാഷായതുകൊണ്ട് പലപ്പോഴായിട്ട് ഞാൻ അങ്ങോട്ട് പോകും ഓഫീസ് റൂമിലേക്ക്. ആ ഓഫീസ് റൂമിൽ നോക്കും അവിടുത്തെ ഹെഡ് മാഷ് VM അബ്ദുറഹിമാൻ മാഷ് ഉണ്ടാവും. അവരൊക്കെ നല്ല രീതിയിൽ നമ്മളെ മോനെ എന്ന് പറഞ്ഞിട്ട് ലാളിച്ച് നമ്മളോട് ഇങ്ങനെ ഓരോ കുശലങ്ങൾ പറയും. പിന്നെ അവിടെ ശിവാജ്ഞത മാഷ് ഉണ്ടാവും. ശിവാജ്ഞത മാഷ് എന്ത് ചെയ്യും, യുറീക്ക വരും. യുറീക്ക അന്ന് ആ സ്കൂളിലൊക്കെ നമുക്ക് എന്തെയ്ക്കും, കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് യുറീക്ക എന്ന് പറഞ്ഞാൽ. അന്ന് അതിന് രാഷ്ട്രീയം ഉണ്ടോ, അതിനെന്തെങ്കിലും രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതിൽ വരുന്ന ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ പഠനത്തിന് എൻജോയ് ചെയ്യാനും, ഇന്നിപ്പോൾ നമ്മുടെ പഠന രീതി തന്നെ ആ രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. അതിനൊക്കെ വളരെ സ്വാധീനിച്ചൊരു പുസ്തകമായതുകൊണ്ട് വളരെ ഇഷ്ടമായിരുന്നു അതിങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ. അത് അന്ന് ഇതിൻ്റെ വരിക്കാരായ ഒരുപാട് കുട്ടികളുണ്ടാവും നമ്മുടെ സ്കൂളിൽ. അപ്പോൾ ഈ വരിക്കാരായ ആൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാളെ ഏൽപ്പിക്കുക ചെയ്യുക. ഞാനന്ന് ക്ലാസ് ലീഡറൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലാണ് ശിവാജി മാഷ് എന്നെ വിളിപ്പിക്കും. എന്നിട്ട് കണക്കിന് യുറീക്ക ഉണ്ടാവും. നല്ല രസമാണ് അതിങ്ങനെ കാണാൻ. അപ്പോൾ ആ പുതിയ പുസ്തകത്തിൻ്റെ ആ സ്മെല്ലും ഇതൊക്കെ മണത്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഈ പുസ്തകം ഇങ്ങനെ അവിടെ ഓരോ ക്ലാസ്സിൽ ഇതിന് വരിക്കാരായവർക്ക് എത്തിച്ചു കൊടുക്കലായി നമ്മുടെ ഡ്യൂട്ടി. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയി. അപ്പോൾ ഒരുപാട് നമ്മുടെ ഒരു കലാലയത്തിന് നമ്മുടെ മനുഷ്യനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ കുട്ടികൾക്ക് സ്നേഹവും റെസ്പെക്റ്റും ആദരവും കൊടുത്തു കഴിഞ്ഞാൽ, പലപ്പോഴും രക്ഷിതാക്കൾക്ക് പറ്റാത്തത് അധ്യാപകർക്ക് എന്തുകൊണ്ടാണ് പറ്റുന്നതെന്ന് അറിയോ? രക്ഷിതാക്കൾ എപ്പോഴും ഒരു വില്ലൻ വേഷത്തിലാണ് ഉണ്ടാവുക. കാരണം രക്ഷിതാക്കൾ എപ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പാരൻറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ അവിടുന്ന് പ്രതിജ്ഞ എടുപ്പിച്ചു. എൻ്റെ കുട്ടി ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്നോട് മറ്റുള്ളവർ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടിയോട് ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുപ്പിച്ചു. ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന ഒരു പുസ്തകം, കുറേ വീഡിയോസൊക്കെ ഉണ്ടാക്കിയതാണല്ലോ, ഇനി കുറച്ച് പുസ്തകങ്ങൾ എഴുതാമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൽ സ്മാർട്ട് പാരൻറ്റിങ് ഇൻ സ്മാർട്ട് ഫോൺ ഏജിൻ്റെ യുഗത്തിലെ സ്മാർട്ട് പാരൻറ്റ്സ് എന്നുള്ളൊരു പുസ്തകം. ഓൾറെഡി കണ്ടൻറ്റൊക്കെ റെഡിയാണ്. കാരണം നമ്മൾ ആ വീഡിയോ അന്ന് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തത് തന്നെയാണ് ഞാൻ ഒന്നുകൂടി ക്രോഡീകരിച്ചിട്ട് പുസ്തക രൂപത്തിലോട്ടാക്കുന്നത്. ഇതുപോലെ മുമ്പ് ന്യൂറോ സയൻസ് ഓഫ് പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു, അതും ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് ഈ അധ്യാപകർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർത്ത് പോയി. ഇവരൊക്കെ നമുക്ക് ആരായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ് നമ്മുടെ അധ്യാപകരെ കണ്ടത്. നമ്മളൊരു കുടുംബക്കാരായിട്ടാണ് കണ്ടത്. നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് അധ്യാപകരെ നമ്മൾ കണ്ടത്. അത് പെട്ടെന്ന് എനിക്ക് എൻ്റെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്തതാണ്. വിമല ടീച്ചറുടെ ആ രൂപമൊക്കെ കണ്ടപ്പം
പെട്ടെന്ന് ഞാൻ ഓർത്ത് പോകണം. വിമല ടീച്ചറെ എനിക്ക് തോന്നുന്നു അവരമ്മയെപ്പോലെ തന്നെയായിരുന്നു നമുക്ക് എല്ലാവരും. പത്മിനി ടീച്ചറാണെങ്കിലും നമ്മൾ ഉറുദു ഒക്കെ പഠിപ്പിച്ചു. ഞങ്ങൾ ഉറുദു അല്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സത്യഭാമ ടീച്ചർ ഉറുദുവിൻ്റെ ടീച്ചറാണ്. പക്ഷെ എന്നാലും ഇടയ്ക്ക് അറബിക്ക് മാഷില്ലാത്ത സമയത്ത് അറബിക്ക് പഠിപ്പിക്കാനും വരും സത്യഭാമ ടീച്ചർ. അങ്ങനെ ഒരുപാട് മാഷ്മാരുണ്ട്, ഒരുപാട്. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ തീരൂല, അത്രയേറെ മാഷ്മാരുണ്ട്. അപ്പം അവരൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത നല്ല കാലഘട്ടത്തെക്കുറിച്ച് ഓർത്ത് പോവാണ്. അറിയാതെ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വന്നു പോയപ്പം വീണ്ടും പൂനൂർ GMUP സ്കൂളിലെ ആ ഒരു കാലഘട്ടത്തെ ഓർത്ത് പോവാണ്. ഇതുപോലുള്ള ഓർമ്മകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പം നമ്മൾ എത്ര പ്രായം കൂടി വന്നാലും നമ്മളെ മൈൻഡിലേക്ക് നമ്മളെ കുട്ടിക്കാലത്തെ നമുക്ക് തിരികെ കൊണ്ടുവരാനും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ മരണം വരെ യങ്ങായി നിൽക്കും എന്നുള്ളതാണ്. അതാണ് ഇത്തരം മുഹൂർത്തങ്ങളുടെ ഒരു പ്രാധാന്യം നമ്മൾ കൂടുതൽ ബോധ്യമാക്കേണ്ടത്. നമ്മൾ ഇത്തരം മുഹൂർത്തങ്ങളിലൊക്കെ നമ്മൾ ലീവ് എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഡ്യൂട്ടി പോവല്ലേ, ഒരു ദിവസം ഇതല്ലേ എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഉപരി ഇത്തരം കാര്യങ്ങൾ നൽകുന്ന ഒരു ഇൻഫ്ലുവൻസും ഇത്തരം കാര്യങ്ങൾ നമുക്ക് നൽകുന്ന നമ്മളെ മൈൻഡിൽ നൽകുന്ന പ്രചോദനവും ആ സമയത്തേക്ക് നമ്മൾ ആലോചിച്ചിട്ട് ആ സമയത്തേക്ക് പോകുമ്പോഴും നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുന്നറിയോ, ആ കാലഘട്ടത്തിലെ ആ നല്ല പിക്ചേഴ്സ് പുറത്തു വരുമ്പോൾ അതിനെ പ്രസൻറ്റ് ടെൻസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പോൾ വിമല ടീച്ചറെയും പത്മിനി ടീച്ചറെയും നമ്മുടെ ബാലൻ മാഷയും മറ്റ് ശിവാഗ്നിത മാഷയും രാജപ്പൻ മാഷയും അബ്ദുള്ള മാഷയും ഒക്കെ എഡ് മാഷയും അങ്ങനത്തെ രാഘവൻ മാഷയും അങ്ങനെ ഓർമ്മയിലായിട്ട് പല അധ്യാപകരും വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സദാനന്ദം മാഷ്, അങ്ങനത്തെ ഒരുപാട് മാഷ്മാർ. ഇവരൊക്കെ ഓർമ്മയിലേക്ക് വരുമ്പം ഇവരൊക്കെ ലൈവായിട്ട് ആ കാലഘട്ടത്തിലെ രംഗങ്ങളാണ് നമ്മളിലേക്ക് വരുന്നത്. തലച്ചോറ് എന്താ വിചാരിക്കാമെന്നറിയോ, നമ്മളിപ്പോൾ യങ്ങാണെന്നാണ്. അതാണ് ഇത്തരം സംഗമങ്ങളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ആ ഡേറ്റ് ഇനിയും എനിക്കൊരു ക്ലാരിഫൈ ആയിട്ടില്ല എന്നാണെന്നുള്ളത്. എന്നോട് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്താണ് പറഞ്ഞത്, വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസമാണല്ലോ. അപ്പോഴാണ് ഞാനിങ്ങനെ പിന്നെയും പരിധി നോക്കുക ഡേറ്റ് എന്നാണെന്ന്. എന്തായാലും ഇത്തരം മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ പങ്കാളികളാവണം. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന എനർജി ചില്ലറൊന്നും ആയിരിക്കില്ല.